രക്ഷപ്പെടൂ? ഇല്ല. ദിക്ർ ചെല്ലാതിരിക്കണോ? ഒരിക്കലുമല്ല. എന്നാ ചെല്ലിയതുകൊണ്ടാവോ? ഇല്ല. നല്ല പണി, തലക്ക് പണി കൊടുക്കണം. ഇജ് കുറേ ദിക്റണ്ട് ചെല്ലിയതുകൊണ്ട് ഇജ് മഹാനാകോ? ഇല്ല. എന്നാൽ മഹാനാകാതെ എന്നുള്ള വഴി ദിക്ർ ചെല്ലാതിരിക്കലാണോ? അതല്ല, ദിക്ർ ചെല്ലലാണ്. എന്നാ ചെല്ലിയോണ്ടായോ? ഇല്ല. അതന്നെ. ഉരുള അങ്ങനെ കറി പാർന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ വെക്കലിനാണല്ലോ എന്ത് പറയാ? തിന്നെന്ന് പറയാം. അതിങ്ങോട്ട് കയറണ്ടേ? അത് നേരം ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ എറിഞ്ഞാലോ? കുട്ടികളെ നിർബന്ധത്തിനാണ് ബാപ്പ ഗുളിക കുടിക്കുന്നത്. ബാപ്പ അങ്ങനെ ഗുളിക എടുത്ത് തൊള്ളയൊക്കെ കൊണ്ടുപോകണമൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കുട്ടികൾ മൊബൈൽ നോക്കുമ്പോൾ ബാപ്പ ഗുളിക എറിഞ്ഞാലോ? അതിനെ മേലെ ബാപ്പ കുറച്ച് വെള്ളം കുടിച്ച് ബാപ്പാന് പനി മാറൂല. എന്നാ CCTV നോക്കിയാലോ? ബാപ്പ എന്ത് ചെയ്യുന്നുണ്ട് പറയടാ? ഇതാണ് നമ്മൾ ദിക്ർ. ദിക്റന്മാരെ ഇതാണ് ദിക്ർ. ദിക്റന്മാരെ ഇതാണ് ദിക്ർ. ഈ ലോകത്തെ ഏറ്റവും വലിയ നല്ലവരും ദിക്റന്മാരാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടന്മാരും ദിക്റന്മാരാണ്. അതൊക്കെ ഉറപ്പിച്ചോളി. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിന് വന്നാൽ മതി. എൻ്റെ ക്ലാസ്സിന് നിങ്ങൾ ഒരാളും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. വിഡ്ഢികൾ, ഭൂലോക വിഡ്ഢികൾ ദിക്റന്മാരാണ്. എന്തുകൊണ്ട്? അവർ കൽബ് കഥണ് കയറണ്ടേ. ഖുർആൻ കയറൂല എന്ന് മുസ്തഫ നബി പറഞ്ഞില്ലേ? അത് അവരുടെ തൊണ്ടക്കുഴി ഇറങ്ങൂല എന്ന് നബി പറഞ്ഞില്ലേ? അങ്ങനെ തോത്തില്ലേ? എന്നാൽ അവർക്ക് തജ്വീദിന് വലിയ തെറ്റുണ്ട്. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓത്ത് തെറ്റുന്നല്ലോ, ഓതും. പക്ഷേ ഇത് എവിടേക്ക് ഇറങ്ങൂല, തൊണ്ടക്കുഴിക്ക് ഇറങ്ങൂല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരുത്തൻ അൽ മുനാഫിഖു യഖ്റഉൽ ഖുർആൻ, കപട വിശ്വാസിയും ഖുർആൻ ഓതും. എവിടെയാണ് കപട വിശ്വാസി? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലാണ്. അടിത്തട്ടിൽ ആരല്ല? കാഫിറല്ല. ആരാണ്? യഖ്റഉൽ ഖുർആൻ. പിന്നെ എന്തോതും? ഖുർആൻ ഓതും. ആ നേരത്തെ സിനിമ ഉണ്ടായാൽ അതല്ലേ നല്ല പറയടാ. ഉള്ള ഈമാനും കൂടി ഇയാളെ ക്ലാസ്സിന് പോയിട്ട് പോവാം. പോകടാ, എൻ്റെ ക്ലാസ്സിന് വന്നാൽ അങ്ങനെയൊക്കെ പോകും. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. എടാ, ഇത് ഉരുട്ടിയിട്ട് ഉള്ളിൽ കയറണം. ഉരുട്ടിയിട്ട് വെച്ചിട്ട് കാര്യമില്ല, നല്ലോണം കയറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേമം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇഷ്ക് മജ്‌ലിസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. 1000 സ്വലാത്തിലും കാര്യമില്ല, 10,000 സ്വലാത്തിലും കാര്യമില്ല. ആ കൂലി കിട്ടൂലേ? അല്ലാഹു അഅലം. കൂലി കിട്ടുവാലേ? അല്ലാഹു അഅലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ വിദാദ്, ആ ഒരു പ്രേമം നിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. പിന്നെ നബി എന്താതിനേക്കാളും വലുതാണെന്ന് നിനക്ക് തോന്നണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്ക്. ഉംറക്ക് പോയാൽ പോയോന് മുഴുവനും ഒരു മുസാഫ് കൊടുക്കും. ഒരു ഉംറക്ക് ഒരാൾ ചെന്നാൽ തിരിച്ചു വരുമ്പോൾ മുസാഫ് കിട്ടും, ഫ്രീ ആയി കിട്ടും. അവർ കൊല്ലയ്ക്ക് 10 ഉംറക്ക് പോയാൽ 10 മുസാഫ് കിട്ടും. മാസം ഉംറക്ക് ആണെങ്കിലോ 12 മുസാഫ് കിട്ടും. അവരാണ് 350 മീറ്റർ ഉയരത്തിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. 350 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 120 നിലയുടെ മുകളിൽ. ഏകദേശം 7 അടി 8 അടി. അതാണ് ഗ്രൗണ്ട് ഫ്ലോർ. മാത്രമേ 10 അടി ഉണ്ടാവുള്ളൂ. ബാക്കി 8 അടി, പിന്നെ 7 അടി. ഇതൊക്കെയാണ് അടി, മീറ്ററല്ല, അടി. അപ്പം 350 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകദേശം 120 നില കെട്ടിടത്തിൻ്റെ നെക്കാൾ ഉയരം. 120 നില. അവിടെയാണ് എന്ത്? ഫുട്ബോൾ ഗ്രൗണ്ട്.
ഈ ജനതകളെ അള്ളാഹു ഇത്തരം ജനതകളെ നശിപ്പിച്ച സംഭവം എത്രയാണ് ആ കിതാബിലുള്ളത്, ആ ഖുർആനിൽ. ഒരിക്കൽ പോലും ആ സാധനം അവരെ കൽബിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയില്ല. എന്താ കാര്യം? നമ്മളെ ഒരു മൂല്യരും അവരെ വിമർശിക്കൂല. എന്തുകൊണ്ട്? അവിടുന്ന് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണല്ലോ നമ്മളെ സമ്മേളനങ്ങൾ നടക്കുന്നത്. അവിടുന്ന് കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണല്ലോ നമ്മളെ യത്തീംഖാന നടക്കുന്നത്. യത്തീംഖാനയ്ക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? യത്തീംഖാന ലോക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാവുന്നത് 1921. യത്തീം ആദ്യ നബിയുടെ കാലത്തിലുണ്ട്. യത്തീംഖാന ഉണ്ടായത് 1921. അതിൻ്റെ മുമ്പുള്ള യത്തീമൊക്കെ യത്തീംഖാനല്ലാതെ ജീവൻ പോയോ? അതിന് മുമ്പുള്ള യത്തീമുകൾ വാടന്മാരെ തല്ല് കിട്ടാത്തത് കൊണ്ട് നല്ല നിലക്ക് ജീവിച്ചു. യത്തീംഖാന ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു ശതമാനം യത്തീമുകൾ സാമൂഹ്യദ്രോഹികളായി എല്ലാവരോടും ഒരുതരം ദേഷ്യത്തിൽ വളർന്നു വന്നു. കാരണം അവർക്ക് ആജാതി തല്ലാണ് യത്തീംഖാന എന്നിട്ട്. അത് വളരെ ചിന്തിക്കണം. യത്തീംഖാന ഉണ്ടായത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ യത്തീംഖാന 1921. യത്തീമും ആദ്യ നബിയുടെ കാലത്തുണ്ട്. ഇതൊന്നും നല്ല കണക്ക്. ഇപ്പം നമ്മളാരും ഒരാൾ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലല്ലോ, 350 മീറ്റർ ഉയരത്തിലാണ് കളിക്കളം ഉണ്ടാക്കണത്. സ്ഥലമില്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇഷ്ടംപോലെ സ്ഥലം മരുഭൂമിൻ്റെ നടുവില. നേരെപ്പുറത്തേക്ക് ഇറങ്ങിയാൽ മനുഷ്യന്മാർ, പെണ്ണുങ്ങൾ ഒരു ബ്രായും ഒരു നിക്കറിട്ട് കിടക്കും. ഇതൊക്കെ അമേരിക്കൻ സ്റ്റൈലിൽ കിടക്കുക. ഇതൊക്കെ പരിശുദ്ധ കലിമത്ത് തൗഹീദിൻ്റെ പേരിൽ മാത്രം മുസ്ലിം ഉമ്മത്തിന് ലഭ്യമായ ഭൂമിയാണ്, അല്ലാതെ അല്ല. ഇതൊക്കെ ഒരു കാലത്ത് മുസ്ലിം ഉമ്മത്തിന് വഴിപ്പെട്ടപ്പോൾ ആണുള്ള കാരണം എന്താ? ഉടുതുണിക്ക് മറുതുണില്ലാത്ത മനുഷ്യന്മാർ അതിലെ പരിശുദ്ധ കലിമയുടെ വാഹകരായി യാത്ര ചെയ്തു എന്നതാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്തപ്പോൾ സംഭവിച്ചത്? പണ്ഡിതന്മാർ എന്തായി? കടലാസ് തിന്നുന്ന പശുക്കളെ പോലെയായി. അവർ കിതാബ് നോക്കണില്ലേ? ഉണ്ട്. പണ്ഡിതന്മാർ കിതാബ് നോക്കണില്ലേ? ഉണ്ട്. അവർ കടലാസ് ഇങ്ങനെ തിന്നു. പശുക്കളുണ്ടല്ലോ കടലാസ്. 2000 ആണ്ടിൽ ഞാൻ നിലമ്പൂർ പള്ളിയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ സിനിമ പോസ്റ്റർ, അവിടെ നിലമ്പൂർ തന്നെ ഒരു സിനിമൻ്റെ നാടാണ്. സിനിമ പോസ്റ്റർ ഇങ്ങനെ ഒട്ടിക്കും. പിറ്റേന്ന് നോക്കുമ്പോൾ സിനിമ പോസ്റ്റർ കാണുന്നില്ല. അപ്പം ഞാനെന്ത് മനസ്സിലാക്കിയെന്നറിയോ? ഞാൻ മനസ്സിലാക്കി നാട്ടുകാരൊക്കെ നല്ല മനുഷ്യന്മാരായിട്ട് സിനിമ പോസ്റ്റർ ഒട്ടിക്കുമ്പോഴത്തേന് ഇവർ കയറിയിടുന്നുണ്ടാവും. അങ്ങനെയാണ് ഒരു ദിവസം ഇത് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പയ്യൻ നിന്നിട്ട്, മനസ്സിലായില്ല, ഒട്ടിച്ച് പോയ ഉടനെ തന്നെ ഈ പാശാണ്ടക്കം തിന്നതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആർക്ക്? പശുവിന്. അപ്പം അത് പശു തിന്ന് സിനിമ പോസ്റ്റർ, പുതിയ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്നതോടുകൂടെ പശു തിന്നു. നെൽമ്പൂരങ്ങാടിയിലൊക്കെ അക്കാലത്ത് ഇഷ്ടം പോലെ വെറുതെ ലാവാറിസായി നടക്കുന്ന പശുക്കളുണ്ടായിരുന്നു. അപ്പം എന്നതുപോലെ കടലാസ് ഇങ്ങനെ തിന്ന മൂല്യന്മാർ അങ്ങനെ തിന്ന. ഇതിലെന്താണ് പറഞ്ഞത്? അത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനൊക്കെ തയ്യാറില്ല. പറഞ്ഞാലോ ഒക്കെ മേൽവേദനയാവും. അപ്പം ഇവിടെയൊക്കെയാണ്, ഇവിടെ നിന്നും അള്ളാൻ്റെ ഹബീബിന് ഇഷ്ക് ഉണ്ടാവില്ല. പിന്നെ അവിടെ ഇഷ്ക് എന്ന് പേരും മജ്ലിസ് ഉണ്ടാവും, ഇഷ്ക് ഉണ്ടാവില്ല. നിയമം മനസ്സിലാണ്ട് പറഞ്ഞത്, ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള പ്രേമമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം സഹിക്കാൻ അവന് കഴിയില്ല. അതാണ് യഥാർത്ഥം. ബാക്കിയൊക്കെ 2 നമ്പർ. മനസ്സിലായി? നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിനോടും റസൂലിനോടും പ്രേമമുള്ളൊരു മനുഷ്യന് അള്ളാഹുവിനും റസൂലിനും എതിരായ കാര്യം സഹിക്കാൻ കഴിയില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല, ഒന്നും വിഷയമല്ല. എന്തു ചെയ്യും? അവന് പെണ്ണ് കല്യാണം കഴിച്ചാലോ അതൊന്നും വിഷയമല്ല. അവരിവൻ ആദരിക്കും. ആണു കല്യാണം കഴിക്കാൻ ഒരു വിഷയമല്ല. അവരെയോ ആദരിക്കും. ഒന്നും ഒരു വിഷയമില്ല. പിന്നെ അവന് സലാത്തില്ലോ 4444 ആദ്യത്തെ സലാത്തില്ലോ. ഇതൊക്കെ തല കൊടുത്ത് ചിന്തിച്ചോളി. ഇതൊരു പ്രത്യേക കാലമാണ്. ഇതിൽ നിഫാക്കാണ് നടക്കണമൊക്കെ.
യക്സുറു നിഫാഖു, ലോകാവസാനം അടുക്കുമ്പോൾ നിഫാഖ് അധികരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വിഷയത്തിലേക്ക് തിരിച്ചു നിങ്ങൾ ചിന്തിക്കണം. ബിമഖ്അദി സുദ്ഖിൻ ജാലിസിനാ ജലീസും മലിക്കും ജുമുഇൽ മാലികീന ഖദീറാ. ബിമഖ്അദി സുദ്ഖിൻ, എന്നിൽ നിന്ന് കള്ളു കുടിച്ച ആളുകൾ ഞാൻ നബിയുടെ കള്ള് ഇങ്ങനെ കുടിപ്പിക്കും. നബിയോടുള്ള പ്രേമത്തിന്റെ കള്ള് ഇങ്ങനെ കുടിക്കും. എവിടെയാണ് ബിമഖ്അദി സുദ്ഖിൻ, അവര് സത്യത്തിന്റെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കും. മഖ്അദ് സിദ്ഖ് അതൊരു പ്രത്യേക ഇരിപ്പിടാണ്. ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വനഹരിൻ ഫി മഖ്അദി സിദ്ഖിൻ, സത്യത്തിന്റെ ഇരിപ്പിടം. സത്യത്തിന്റെ ഇരിപ്പിടം ഒന്നും അല്ല, ഇനി മഖ്അദ് സിദ്ഖ് എന്ന ദർജയാണ്, അവിടെ ഇരിക്കും. ഇന്ദ മലീകിൻ മുഖ്തദിർ, എന്തിനും പോന്ന രാജാവിൻ്റെ ചാര്, എന്തിനും പോന്ന ഇന്ദ മലീക് അൽ മുഖ്തദിർ, എന്തിനും കഴിയുന്ന രാജാവിൻ്റെ ചാര്. അതാരാ? അല്ലാഹ്. അവൻ്റെ പരിസരത്ത് അല്ലാഹ്. മലക്കുകൾക്ക് പോലും അവിടെ ഇരിക്കാൻ അധികാരം ഉണ്ടാവില്ല, ആ സ്ഥലത്ത് അവരിരിക്കാൻ. ബിമഖ്അദി സുദ്ഖിൻ ജാലിസിനാ ജലീസും മുലൂകു ജമീഇൽ മാലികീന ഖദീറാ. അത് വളരെ ചിന്തിക്കണം. ഇതൊക്കെ തല കൊടുത്ത് ചിന്തിക്കണം. 100 സലാത്തിയല്ലേ ഉണ്ടോ, 1000 സലാത്തിയല്ലേ ഉണ്ടോ, രക്ഷപ്പെടുമെന്ന് കരുതണ്ട. രക്ഷപ്പെടുന്നവരുണ്ടാവും. ആരാ രക്ഷപ്പെടുന്നവർ? പഴയ പാവം, ഒന്നിനും കഴിയാത്ത ഒരു 10-60-70 വയസ്സായ ഒരു മാമ. ആ മാമക്ക് ഒന്നിനും കഴിവില്ല, അതിനാകെ കഴിയ എന്തേ ഉള്ളൂ, ഈ സലാത്തില്ല. അത് രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടില്ല. എന്തുകൊണ്ട്? നമ്മൾക്ക് കഴിയാവുന്ന പലതും നമ്മൾ ചെയ്യണില്ല. അരുതേന്ന് പറയേണ്ടടുത്ത് നമ്മൾ നഷ്ടം സംഭവിച്ചിട്ട് പേടിച്ചിട്ട് അരുതേന്ന് പറയില്ല. ഇത് 1000 സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ മേലെയായിരിക്കും അള്ളാഹുവിൻ്റെ റസൂലിനെതിരായ ഒരു കാര്യം നിന്റെ സമുദായം നടത്തുന്ന സമയത്ത് അത് പാടില്ലട്ടോ എന്ന് പറയല്. ഈ പാടില്ലാട്ടോ എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഇവിടെ ആളെ കിട്ടൂല. ഈ ജാതി തോന്നിയാസത്തിന് മെനക്കെടരുതെന്ന് പറയുന്ന ഒരു വാക്ക് 10,000 സ്വലാത്തിൻ്റെ മേലെയാണ്. ഈ 10,000 സ്വലാത്തോട് രക്ഷപ്പെടുന്ന ഉമ്മാമ്മയാണ്. ഇത് രക്ഷപ്പെടൂലേ? പോരാ, അതല്ല എൻ്റെ ഉത്തരവാദിത്വം. എന്നാൽ അത് നല്ലതല്ലേ? നല്ലതാണ്. നല്ലതാണെങ്കിൽ മനസ്സിലാവുള്ള ചിന്തിക്കണം, വിഡ്ഢിക്കണം. മനുഷ്യൻ വിഡ്ഢിയ. മനുഷ്യൻ ഇപ്പൊ വിഡ്ഢിയായത് എന്തുകൊണ്ട്? സലാത്ത് ദിക്ർ നിസ്കാരം, ഈ 3 കൊണ്ട് വിഡ്ഢികളാണ് ആധുനിക മുസ്ലിമീങ്ങൾ. നേരെ മുഴുത്തവർ മൊബൈലുണ്ട് എടുത്ത് വെച്ചിട്ട് ദിക്റില്ല. മറ്റേ ഒരു മൊബൈലിൻ്റെ പറയാം. മനസ്സിലായില്ല? ഞാൻ ഓരോ കുറ്റം പറയല്ല. ഇതേ മനുഷ്യൻ തന്നെ അതിനിടയിൽ വേറൊരു ഫോൺ വന്നാൽ ആ ഫോണിലൊരു വിത്തനം ഉണ്ടാക്കും. പണ്ടത്തെ കാലത്ത് ഇപ്പം മുനീറിൻ്റെ പേര ചേളാരിയ. അപ്പം മുനീറിനോട് ഇവൻ്റെ പേര പോരെ, എവിടെ ഇവൻ്റെ പേര എന്ന് പറഞ്ഞാൽ മുക്കത്തിൻ്റെ ഉള്ളിൻ്റെ അവസാനം അല്ലാഹു തആല പടച്ച നാളിൽ പെട്ട തേക്കും കുറ്റിയ ഷമീർ തേക്കും കുറ്റിയ, മറ്റേ മുനീർ ചേളാരിയ. അപ്പം എനിക്ക് തേക്കും കുറ്റിയിലെ ഷമീറിനെ പറ്റി മുനീറിനോട് ഒരു ഗീബത്ത് പറയണമെങ്കിൽ പഴയ കാലത്ത് ചേളാരി പോകണം. ആവില്ല. നീ പൂതിയുണ്ട്, ഭയങ്കര പൂതിയാണ്. എന്തിന്? ഗീബത്ത് പറയാനുള്ള പൂതി ഇങ്ങോട്ട് അധികരിച്ചപ്പോൾ ബസ്സിൻ്റെ പൈസ പോയാലും വേണ്ടില്ല, പോട്ടേന്ന് വിചാരിച്ച് ഇറങ്ങാൻ നേരത്താണ് പെരും വെയില്. ആവൂല വയ്യോ, എന്താണ് വെയിൽ. അപ്പം ആ ഗീബത്ത് നടന്നില്ല. ഒരു 30 കൊല്ലം മുമ്പ് വരെ ഒരു ഗീബത്ത് നടക്കണമെങ്കിൽ ഭയങ്കര ഇടങ്ങേറാണ്. അക്കാലത്ത് വലിയ മുതലാളിമാരെ പേരിലെ ഫോണുള്ളൂ. മനസ്സിലായില്ലേ? വലിയ മുതലാളിമാർ. സാധാരണക്കാരോടൊന്നും ഫോണില്ല, പണ്ട് ഒന്നുമില്ല. അപ്പൊ എന്താ പോവില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് അമേരിക്കയിലുള്ള ഒരാളെ പറ്റി ലണ്ടനിലുള്ള ഒരാളോട് ഗീബത്ത് പറയണമെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തു അടിച്ചു ഗീബത്ത്. അങ്ങനെ എത്ര പറയേണ്ടത്? ഒരു സിം കമ്പനിയുടെ പരസ്യം നിമിഷങ്ങൾ എണ്ണാതിരിക്കൂ, സംസാരം തുടരൂ.
അങ്ങനത്തെ ഒരു സിം കമ്പനിയുടെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ എത്രയാണോ ഗീബത്ത് പറയണത് എന്ന് നിങ്ങൾ സമയങ്ങൾ അത് പരസ്യമാണ്, ഒരു കമ്പനിയുടെ പരസ്യമാണ്. എന്ത് ഒരു കമ്പനിയുടെ, ഒരു സിം കമ്പനിയുടെ പരസ്യമാണ്. എന്ത് പറയേ, നിമിഷങ്ങൾ എണ്ണാതിരിക്കൂ. ഇജ്ജ് നേരം വെളുത്താൽ ഫോണെടുത്താൽ എൻ്റെ പണി എന്താ? ഗീബത്ത് പറയാം. എൻ്റെ ഏർപ്പാടെന്താ? സലാത്തില്ല. നേരം വെളുത്താൽ ദിക്ർ, ദിക്റു സബാഹ്. ഇനി വേറൊരു മോദിയൊരു വൈകുന്നേരം ദിക്ർ ഉണ്ടാക്കിയ ദിക്റുൽ മസാ. പിന്നെ ഇത് ത്വരീക്കത്ത് കൂടിയിരിക്കണം. അപ്പം രാവിലെ ഒരു വിരുദ്, വൈകുന്നേരം ഒരു വിരുദ്, അത് വേറെ. എനിക്കൊരു ഒഴിവില്ല, എനിക്ക് രാവിലത്തെ വിരുദ് സബാഹി കഴിഞ്ഞിട്ട് വരുന്നത്. ഇനി എന്താ അടുത്ത പരിപാടി? ഗീബത്ത് പറയാം. എന്താ അടുത്ത പരിപാടി? ബാക്കിയുള്ളവരുടെ ഇടയിൽ പിച്ചിനുണ്ടാക്കുക. നിങ്ങൾ ഈ വിരുദുൽ മസായി എന്നിട്ട് നിങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് അള്ളാന്റെ റസൂൽ കൊണ്ടുപോയിട്ട് മഖഅദ് സിദ്ഖിൽ ഇരുത്തണം. അതിന് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കും കൂടി നബിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടി വരും. അതിനോട് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തല കൊടുത്ത് ചിന്തിച്ചോ. നമ്മളിതിലൊക്കെ വഞ്ചിതരാ. നമ്മൾ ചെല്ലുന്ന ദിക്റിൽ നമ്മൾ വഞ്ചിതരാ. നമ്മൾ ചെല്ലുന്ന സ്വലാത്തിൽ നമ്മൾ വഞ്ചിതരാ. സിറാത്ത് പാലം കടക്കണമെങ്കിൽ 1000 സ്വലാത്ത് ഇല്ലാ മതി എന്ന് പറഞ്ഞു. അതിന് 10,000 സ്വലാത്ത് എല്ലാവരും തീരാത്തത്ര നോണ ഒരു ദിവസം പറയുന്നുണ്ട്. 25,000 സ്വലാത്തോണ് തീരാത്ത ഫിത്തിന ഉണ്ടാക്കുന്നുണ്ട്. ഗീബത്ത് നമീമത്ത് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ആശിക്കിൻ്റെ അസ്ല് നിയമങ്ങളാണ്. പാടില്ല എന്ന് പറയുന്നിടത്ത് പാടില്ല എന്ന് പറയുന്ന മനക്കരുത്ത വേണ്ട. അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല എന്ന് പറയാനുള്ളൊരു കരുത്ത് അതുണ്ടല്ലോ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാൻ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ വായി തുറന്നാൽ ഖൈർ പറയണം. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നോട്ടെ എന്ന് പുണ്യ റസൂൽ എഴുതിച്ചോളെ ഹദീസ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറാൻ ഔ ലിയസ്മുത്, ഔ ലിയസ്മുത്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിൽ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറാൻ, ഒരു ഖൈർ പറഞ്ഞോട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ.